ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, വിജയിക്കുന്നവരിലൊക്കെ എന്തോ അസാധാരണമായ കഴിവ് കുടികൊള്ളുന്നു എന്നാണ് നമ്മൾ പലരും ധരിച്ചിരിക്കുന്നത്. തികച്ചും തെറ്റായ ധാരണയാണ് അത്. വിജയിക്കുന്നവര് അധികവും സാധാരണക്കാരാണ്. അവരിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഴിവോ പ്രാഗൽഭ്യമോ അങ്ങനെയൊന്നും ഉള്ളവരല്ല വലിയ വിജയങ്ങൾ നേടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. പിന്നെ എന്താണ് അവരിലുള്ള ഒരു പ്രത്യേകത? അവരിലൊരു പ്രത്യേകതയുണ്ട്, അത് നിങ്ങൾ തിരിച്ചറിയണം. എന്ത് പ്രത്യേകതയാണ്? അവർ സ്വപ്നം കാണുന്നവരാണ്. ആ സ്വപ്നം അവരുടെ ഉറക്കം കെടുത്തുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി മനസ്സും ശരീരവും ഉണർന്നു പ്രവർത്തിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് അവർ വലിയ വിജയങ്ങൾ നേടുന്നത്. അല്ലാതെ വിജയിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു ജന്മമെടുത്ത ആളൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്കും വലിയ വിജയിയായി മാറാം. സ്വപ്നം കാണുക, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മനസ്സും ശരീരവും സമർപ്പിച്ച് മുന്നോട്ട് പോവുക. വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. ഇതാണ് നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. എന്താണ് ഈ നിയമം? ഈ നിയമത്തിന്റെ ഉദ്ദേശ്യം എന്താണ്? ഈ നിയമത്തിന്റെ പ്രസക്തി എന്താണ്? ഈ നിയമം വഴി എന്തൊക്കെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരള നെൽവയൽ സംരക്ഷണ നിയമം 2008, ഈ നിയമം പാസാക്കിയതിന്റെ ഉദ്ദേശം എന്താണ്? പാസാക്കിയ തീയതി ഞാൻ ഒന്നുകൂടി പറയാം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്കത് പാസാക്കിയ ദിവസത്തിലേക്കൊന്ന് കടക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് 2008 ഇങ്ങനെ ഒരു നിയമം പാസാക്കി? അതിന്റെ ഉദ്ദേശ്യം എന്ത്? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വേണമെങ്കിൽ താഴെ പറയുന്നവയിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ഉദ്ദേശത്തിൽ ഉൾപ്പെട്ടത് ഏത്, ഉൾപ്പെടാത്തത് എന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ട് വ്യക്തമായി പഠിക്കുക. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നത് വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതായത് നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിലൂടെ കേരളത്തിലെ കാർഷിക രംഗത്തെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം കേരളത്തിലെ കാർഷിക രംഗത്തെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കപ്പെടണമെങ്കിൽ എന്തൊക്കെ സംരക്ഷിക്കപ്പെടണം? നെൽവയലുകൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പൊ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിലൂടെ കേരളത്തിലെ കാർഷിക രംഗത്തെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് ഒരു ഉദ്ദേശം. അടുത്ത എന്താണ്? പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുക. പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുക. പരിസ്ഥിതിക്കൊരു സന്തുലിതാവസ്ഥ ഉണ്ടാകുമല്ലോ. അത് ഈ തണ്ണീർത്തടങ്ങളും നെൽവയലുകളും ഒക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ആ സുസ്ഥിരത നഷ്ടപ്പെടും. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അപ്പം പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുക. ഇനി നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ നിയമവിരുദ്ധമായി നികത്തുന്നതോ രൂപമാറ്റം വരുത്തുന്നതോ തടയുക. നെൽവയലുകൾ മണ്ണിട്ട് നികത്തുന്നു, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിന് രൂപമാറ്റം വരുത്തുന്നു, ഇതെല്ലാം നിയമവിരുദ്ധമാണ്. അപ്പൊ അതൊക്കെ തടയുക. അത് ഈ നെൽവയലുകളിലും തണ്ണീർത്തടങ്ങളിലും നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടയുക. ഇതൊക്കെയാണ് ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കേരളത്തിൽ 2008 ഒരു നെൽവയൽ തണ്ണീർത്തട നിയമം വരാൻ കാരണം, അതിന്റെ ഉദ്ദേശം ഇതൊക്കെയാണ്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുക. ആത്യന്തികമായ ഉദ്ദേശം അത് തന്നെയാണ്. നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിലൂടെ കേരളത്തിലെ കാർഷിക രംഗത്തെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക, പാരിസ്ഥിതിക സുസ്ഥിരത ഉറപ്പുവരുത്തുക, നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ നിയമവിരുദ്ധമായി നികത്തുന്നതോ രൂപമാറ്റം വരുത്തുന്നതോ തടയുക. ക്ലിയർ ആയല്ലോ? ഇതിന്റെ ഉദ്ദേശ്യമാണ്. ഇനി എന്നാണ് കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട നിയമം നിലവിൽ വന്നത്?
ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. കേരളത്തിലെ അല്ലെങ്കിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11 തീയതി. 2008 ഓഗസ്റ്റ് 11 കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അവിടെ ഒരു ചോദ്യം വരാം, കേരളത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നപ്പോൾ ആരായിരുന്നു കേരള മുഖ്യമന്ത്രി? കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദൻ. അപ്പൊ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കേരളത്തിൽ നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? VS അച്യുതാനന്ദനാണ്. ഇനി 2008 പാസാക്കിയ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? 2018. ഓർക്കാൻ വളരെ എളുപ്പമാണ്. 2008 നിയമം വന്നു, 2018 നിയമം ഭേദഗതി ചെയ്തു. ക്ലിയർ ആയല്ലോ? ഈ നിയമത്തിൽ, നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ എത്ര വകുപ്പുകളുണ്ട്? 30 വകുപ്പുകളുണ്ട്. ഈ 30 സെക്ഷൻസും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതില്ല. നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സെക്ഷൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം, ഏതൊരു നിയമം പാസ്സാക്കിയാലും മിക്കവാറുള്ള നിയമങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, അതിന്റെ സെക്ഷൻ 2 നിർവചനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ആ നിയമത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് ഒക്കെ നിർവചിക്കുന്ന ഒരു സെക്ഷൻ ആയിരിക്കും മിക്കവാറുള്ള നിയമത്തിൽ 2ാം സെക്ഷൻ. ഇവിടെയും അത് തന്നെയാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 2ാം വകുപ്പില് 2ാം സെക്ഷനിലാണ് കുറെ നിർവചനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ആ 2ാം സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ചില നിർവചനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് നെൽവയൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഈ നിയമത്തിൽ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരാവുന്നത് എങ്ങനെയാകാം? കേരളത്തിൽ അല്ലെങ്കിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ നെൽവയലുകളെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? സെക്ഷൻ ഏത്? സെക്ഷൻ 2(12). 2ാം സെക്ഷനിലാണ് നിർവചനങ്ങൾ. ആ 2(12) സബ്സെക്ഷൻ 12, 2(12) നെൽവയൽ എന്നാൽ എന്ത് എന്ന് ഈ നിയമത്തിൽ പറയുന്നു. അപ്പൊ സെക്ഷൻ 2(12) നെൽവയൽ എന്ത് എന്ന് പറയുന്നു. അപ്പൊ നോക്കാം നമുക്ക്, എന്താണ് ഈ നിയമത്തിൽ നെൽവയൽ എന്ന് പറഞ്ഞാല്? ചോദിക്കും പരീക്ഷയ്ക്ക്, വളരെ പ്രധാനപ്പെട്ടതാണ്. വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്ന, എന്നാൽ നമുക്ക് വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്ന എല്ലാ നിലങ്ങളും, നെൽകൃഷിക്ക് അനുയോജ്യമായതും നിലവിൽ തരിച്ചിട്ടിരിക്കുന്നതുമായ നിലങ്ങൾ, ഒപ്പം അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന ചിറകള്, കുളങ്ങള്, കൈത്തോടുകള്, ഇതെല്ലാം ചേർന്നതാണ് നെൽവയൽ. നോക്കൂ, വിശാലമാണ് നെൽവയലിന്റെ അർത്ഥവ്യാപ്തി. നോക്കൂ, വിശാലമാണ്. നെൽവയൽ എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ 2 2008 പാസാക്കിയ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2(12) പറയുന്നു, നെൽവയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്ന എല്ലാ നിലങ്ങളും നെൽവയലുകളാണ്. അത് മാത്രമാണോ? അല്ല. അപ്പം വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്നതും, എന്നാൽ നെൽകൃഷിക്ക് അനുയോജ്യമായതും നിലവിൽ തരിച്ചിട്ടിരിക്കുന്നതുമായ നിലങ്ങൾ. വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇനി അല്ലാന്ന് വിചാരിക്കുക, കുറെ നിലങ്ങള് തരിച്ചിട്ടിരിക്കുകയാണ്, പക്ഷെ ആ നിലങ്ങളെല്ലാം നെൽകൃഷി ചെയ്യാൻ അനുയോജ്യമായ നിലങ്ങളാണ് എങ്കിൽ അത് നെൽവയലുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു തണ്ണീർത്തടത്തിനോട് ചേർന്ന് തന്നെ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞത്. അതിൽ കൂടെ എന്തൊക്കെ വരും? ചിറകള്, കൈത്തോടുകള്, കുളങ്ങള് എല്ലാം ഈ നെൽവയൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടും. അതിനോട് ചേർന്ന് കിടക്കുന്ന അനുബന്ധമായിട്ടുള്ള ഘടകങ്ങളുമാണ് നമ്മൾ, അതിനെല്ലാം ചേർത്താണ് നെൽവയൽ എന്ന് പറയുന്നത്. വിശാലമായ അർത്ഥമാണ്, മറക്കരുത്. വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്ന എല്ലാ നിലങ്ങളും, നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടും തരിശായി കിടക്കുന്ന വയലുകളും, അതിനോടൊപ്പമുള്ള കുളങ്ങള്, ചിറകള്, കൈത്തോടുകള്, ഇതെല്ലാം ചേർന്നതാണ് നെൽവയൽ. സെക്ഷൻ 2(12) വിശദമായി പറയുന്നു. ക്ലിയർ ആയല്ലോ? ഇനി അപ്പൊ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്നല്ലേ? അപ്പൊ നെൽവയൽ ആദ്യത്തെ ടേം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു.
ഇനി എന്താണ് തണ്ണീർത്തടം? നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ തണ്ണീർത്തടം എന്താണെന്ന് വിശദമായി പഠിച്ചത് ഓർമ്മിച്ചാൽ മതി. ഭൂമിയുടെ ഉപരിതലത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്വാഭാവികമായ ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ഈ നിയമത്തിൽ അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ. അത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം കെട്ടി നിൽക്കുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പഠിച്ചില്ലേ? അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നു, ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ. ഉപരിതലം വരെ, അത് ചതുപ്പ് നിലങ്ങളാകാം, അത് കണ്ടൽക്കാടുകളാകാം, അത് മറ്റു വയലുകളാകാം, ഇങ്ങനെ കുളങ്ങളാകാം, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും രണ്ടാണ്. തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നതും നെൽവയലുകൾ എന്ന് പറയുന്നതും ഒന്നല്ല, രണ്ടും രണ്ടാണ്. വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്നതും നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടും തരിശിട്ടിരിക്കുന്നതുമായ വയലുകളെയാണ് നെൽവയൽ എന്ന് പറയുന്നത്. എന്നാൽ ഭൂമിയുടെ ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളെയാണ് തണ്ണീർത്തടം എന്ന് പറയുന്നത്. ഈ തണ്ണീർത്തടത്തെ നിർവചിക്കുന്ന ഈ നിയമത്തിലെ സെക്ഷൻ ഏതെന്ന് വെച്ചാൽ 2:18 2:12 നെൽവയൽ എന്താണെന്ന് പറയുന്നത്. 2:18 തണ്ണീർത്തടം എന്താണെന്ന് പറയും. ഇനി ഈ നിയമത്തിലെ 2:16 ഒരു ടേം ഉണ്ട്, ഒരു നിർവചനമുണ്ട്. എന്താണ് ആ ടേം? അതായത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി, അൺനോട്ടിഫൈഡ് ലാൻഡ് എന്ന് പറയും. അതായത് നോക്കൂ, വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി, നോട്ടിഫൈ ചെയ്തിട്ടില്ല, വിജ്ഞാപനം ചെയ്തിട്ടില്ലാത്ത ഭൂമി എന്നൊരു പ്രയോഗമുണ്ട്. 2:16 പറയുന്നത്. എന്താണ് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറഞ്ഞാൽ? അതായത് സർക്കാർ രേഖകളിൽ, സർക്കാർ നികുതി രജിസ്റ്ററിൽ നെൽവയൽ തണ്ണീർത്തടം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും ഈ നിയമത്തിലെ 5(4) വകുപ്പ് പ്രകാരം, അതായത് ഈ നിയമത്തിലെ സെക്ഷൻ 5 സബ്സെക്ഷൻ 4 5(4) വകുപ്പ് പ്രകാരം നെൽവയലായിട്ടോ തണ്ണീർത്തടമായിട്ടോ പ്രഖ്യാപിക്കപ്പെടാത്തതുമായ ഭൂമിയാണ് അൺനോട്ടിഫൈഡ് ലാൻഡ് അഥവാ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്ന് പറയുന്നത്. വാസ്തവത്തില് നിങ്ങളത് മനസ്സിലാക്കണം. അത് ശരിക്ക് നെൽവയലാണ്, തണ്ണീർത്തടമാണ്. പക്ഷെ ഈ നിയമത്തിലെ 5(4) സെക്ഷൻ പ്രകാരം ഇതിനെ വിജ്ഞാപനം ചെയ്തിട്ടില്ല. ഇത് തണ്ണീർത്തടമാണെന്നും നെൽത്തടമാണെന്നും എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ വാസ്തവത്തിൽ സർക്കാരിന്റെ നികുതി രജിസ്റ്ററിൽ ഇത് നെൽവയലെന്നും തണ്ണീർത്തടമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നിയമപ്രകാരം അങ്ങനെയാണെന്ന് വിജ്ഞാപനം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഭൂപ്രദേശത്തെയാണ് അൺനോട്ടിഫൈഡ് ലാൻഡ് എന്നോ അല്ലെങ്കിൽ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്നോ പറയുന്നത്. അപ്പം 2 നിർവചനങ്ങളെ കുറിച്ച് പറയുന്നു. ആ 2:12 നെൽവയലിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ ഓർത്തു കൊടുക്കുക. 2:18 തണ്ണീർത്തടം എന്തെന്ന് പറയുന്നു. 2:16 വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്താണെന്ന് പറയുന്നു. സെക്ഷൻ 11 തണ്ണീർത്തടങ്ങളിൽ നിന്ന് മണൽ വാരുന്നതോ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ രൂപാന്തരപ്പെടുത്തുന്നതോ നിരോധിച്ചിരിക്കുന്നു. നോക്കൂ, ഈ നിയമത്തിലെ സെക്ഷൻ 11 തണ്ണീർത്തടങ്ങളിൽ നിന്നും മണലെടുക്കുന്നത് കുറ്റകരമാണ്. നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാത്ത രൂപാന്തരപ്പെടുത്തുന്നത്, ചിലപ്പോ പ്രത്യേക വ്യവസ്ഥ പ്രകാരം ചില മാറ്റങ്ങളൊക്കെ വരുത്താം, നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമായി, നിയമവിരുദ്ധമായി ഈ പ്രദേശത്ത് നിന്ന് മണ്ണെടുക്കുകയോ ഈ തണ്ണീർത്തടങ്ങളിൽ രൂപമാറ്റം വരുത്തുകയോ ചെയ്താൽ അത് കുറ്റകരമാണ് എന്ന് പറയുന്ന വകുപ്പാണ്, സെക്ഷനാണ് സെക്ഷൻ 11. സെക്ഷൻ 14 നെൽവയലിലോ തണ്ണീർത്തടത്തിലോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് നൽകാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നത് ആരാണ്? തീർച്ചയായിട്ടും ആ പ്രദേശത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിരിക്കും. പഞ്ചായത്ത് മേഖലയാണെങ്കിൽ നിങ്ങൾ ഒരു കെട്ടിടം നിർമ്മിക്കാൻ പോകുമ്പോൾ പഞ്ചായത്ത് നിന്നല്ലേ അപ്രൂവൽ വാങ്ങേണ്ടത്. നിങ്ങൾ കോർപ്പറേഷൻ ഏരിയയിലാണെങ്കിൽ കോർപ്പറേഷനിൽ നിന്നല്ലേ അപ്രൂവൽ വാങ്ങേണ്ടത്. ഇനി മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നഗരസഭയിൽ പോയി അല്ലേ അപ്രൂവൽ വാങ്ങുന്നത്. അപ്പൊ അങ്ങനെ ലൈസൻസോട് കൂടിയേ നമുക്കൊരു ബിൽഡിംഗ്
കിട്ടാൻ പറ്റുള്ളൂ, ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അപ്പൊ തണ്ണീർത്തടത്താലാണ് നമ്മളൊരു നെൽവയലിലോ അല്ലെങ്കിൽ തണ്ണീർത്തടത്തിലോ ആണ് നമ്മളൊരു നിർമ്മാണം നടത്താനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സമീപിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും അതിന് ലൈസൻസ് നൽകാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ 14. നെൽവയലിലോ തണ്ണീർത്തടത്തിലോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് നൽകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 14. ഇങ്ങനെയൊക്കെ നിയമമുള്ളപ്പോഴാണ്, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ ഉള്ളപ്പോഴാണ് നമ്മളെ കേരളത്തിലേക്ക് ഒന്ന് ഇറങ്ങി നടന്നു നോക്കിയാൽ നമുക്ക് എത്രയോ നിയമ ലംഘനങ്ങൾ കാണാൻ പറ്റും അല്ലേ. വയല് നികത്തിയും തണ്ണീർത്തടങ്ങൾ ഇല്ലാതാക്കിയും ഒക്കെ എത്ര നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ഈ നിയമമൊക്കെ പൂർണ്ണമായും പാലിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വലിയ സംശയം തോന്നും നമ്മുടെ ആ രീതിയിൽ. കാരണം ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഈ അത് ഏത് നിയമത്തെ അട്ടിമറിക്കുന്നത് അങ്ങനെയാണല്ലോ. അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കറിയാം ഇതിൽ ഒരുപാട് നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടം തന്നെ നോക്കിയാൽ അറിയാം. എത്രയോ വയലുകൾ നിരത്തി ഇപ്പം വീടുകൾ വയ്ക്കുന്നു, എത്രയോ തണ്ണീർത്തടങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അവിടെ വലിയ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അല്ലെ. അപ്പൊ പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് 14-ാം സെക്ഷനിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നെൽവയലിലോ തണ്ണീർത്തടത്തിലോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ലൈസൻസ് കൊടുക്കാൻ പാടില്ല. ഇനി സെക്ഷൻ 30 പറയുന്നത് നെൽവയലുകൾ രൂപാന്തരപ്പെടുത്താൻ പാടില്ല. സെക്ഷൻ 11 പറഞ്ഞത് തണ്ണീർത്തടങ്ങൾ രൂപാന്തരപ്പെടുത്താൻ പാടില്ല. സെക്ഷൻ 30 പറയുന്നു നെൽവയലുകൾ രൂപാന്തരപ്പെടുത്താൻ പാടില്ല. അവിടുന്ന് മണ്ണെടുക്കാൻ പാടില്ല, നിർമ്മാണം നടത്താൻ പാടില്ല, മറ്റേതെങ്കിലും രീതിയിൽ അതിന്റെ രൂപമാറ്റം വരുത്താൻ പാടില്ല എന്നൊക്കെ 30 പറയുന്നു. 23 പറയുന്നത് അങ്ങനെ നെൽവയലിൽ നിന്നോ തണ്ണീർത്തടങ്ങളിൽ നിന്നോ മണ്ണെടുക്കുകയോ അവിടെ നിയമവിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ അതിനുള്ള ശിക്ഷ പറയുന്നതാണ് സെക്ഷൻ 23. എന്താണ് തണ്ണീർത്തടത്തെയോ നെൽവയലിലേക്ക് നശിപ്പിച്ചാലുള്ള കുറഞ്ഞ ശിക്ഷ 6 മാസം തടവ്, കൂടിയ ശിക്ഷ 3 വർഷം വരെ തടവ്. 6 മാസം മുതൽ 3 വർഷം വരെ തടവും, അതുപോലെ തന്നെ 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴയും അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. എന്തെങ്കിലും ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും മനസ്സിലാകുന്നല്ലോ. വളരെ ഇത് നിസാരമായിട്ടുള്ള ഒരു ശിക്ഷയാണ്. അനന്തര നടപടികൾ വേറെയും ഉണ്ടാകും. ആ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും. ചെയ്തതിന് ശിക്ഷയായിട്ട് 6 മാസം മുതൽ 3 മാസം വരെ തടവോ 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെ പിഴയും അടയ്ക്കേണ്ടതായിട്ട് വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറയുന്നത്. ഇപ്പൊ സെക്ഷൻ 2 നിർവചനങ്ങള്, സെക്ഷൻ 2.12 നെൽവയലുകള്, സെക്ഷൻ 2.18 തണ്ണീർത്തടങ്ങള്, സെക്ഷൻ 2.16A എന്താണ് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്താണെന്ന് പറഞ്ഞു. സെക്ഷൻ 11 തണ്ണീർത്തടങ്ങളിൽ നിന്ന് മണ്ണ് വാരിയാലോ രൂപാന്തരം സംഭവിച്ചാലോ ഒക്കെ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് അല്ലെങ്കിൽ അത് നിരോധിച്ചിരിക്കുന്ന വകുപ്പാണ്. സെക്ഷൻ 14 നെൽവയലിലോ തണ്ണീർത്തടത്തിലോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. സെക്ഷൻ 30 നെൽവയലുകൾ രൂപാന്തരപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ രൂപാന്തരപ്പെടുത്തിയ അതിനുള്ള ശിക്ഷ പറയുന്ന വകുപ്പ് 23 സെക്ഷൻ എല്ലാം ഒന്ന് ഓർമ്മിച്ചോളുക. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നെൽവയലുകളുടെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ട്, നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിനായിട്ട് ചില നിരീക്ഷണ സമിതികളുണ്ട്. നമ്മള് മുമ്പൊക്കെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഒക്കെ പഠിച്ചപ്പോ ത്രിതല സംവിധാനമുണ്ട് അല്ലെ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 തലങ്ങളില് ഉപഭോക്തൃ കോടതികൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ അല്ലെ. നമ്മൾ പഠിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാൻ പഠിപ്പിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും ശരി, ഞാൻ പറഞ്ഞത് അതുപോലെ ഒരു ത്രിതല സംവിധാനം ഇവിടെയും നിലവിലുണ്ട്. കേരളത്തിലെ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 3 തലത്തിലുള്ള നിരീക്ഷണ സമിതികൾ നിലവിലുണ്ട്. അതിൽ ഒന്ന് പ്രാദേശിക തല നിരീക്ഷണ സമിതികളാണ്.
ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ നിയമത്തിലെ സെക്ഷൻസ് ഏതെന്ന് ചോദിച്ചാൽ 5 മുതൽ 7 വരെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 5 മുതൽ 7 വരെയുള്ള ആ സെക്ഷനുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രാദേശിക തല നിരീക്ഷണ സമിതി എന്താണെന്ന് നോക്കാം. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാൻ ആരായിരിക്കും? നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മളിങ്ങനെ പഞ്ചായത്ത് തലം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. വാസ്തവത്തില് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും അതിന്റെ തലവൻ, ഇപ്പം ഗ്രാമപ്രദേശങ്ങളിലാണ് എങ്കിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, നഗരസഭാ മേഖലയിലാണെങ്കിൽ ആരായിരിക്കും? മുനിസിപ്പൽ ചെയർമാൻ ആയിരിക്കും ഇതിന്റെ പ്രസിഡന്റ്. കോർപ്പറേഷൻ മേഖലയിലാണെങ്കിൽ മേയർ ആയിരിക്കും. മനസ്സിലാകുന്നല്ലോ. അപ്പൊ നമ്മൾ സാധാരണ നെൽവയലുകളൊക്കെ കൂടുതൽ ഗ്രാമപ്രദേശങ്ങൾ വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോ ആദ്യം ഇങ്ങനെ പറയുന്നത്. ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഈ സമിതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലവന്മാർ മാത്രമല്ല ഉള്ളത്, അതോടൊപ്പം തന്നെ മറ്റംഗങ്ങളും ഉണ്ടായിരിക്കും. അതിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് നോക്കാം. കൃഷി ഓഫീസർ കൺവീനറാണ് കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിനായുള്ള പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിന്റെ കൺവീനർ ആരെന്ന് ചോദിച്ചാൽ കൃഷി ഓഫീസർ, കൂടാതെ വില്ലേജ് ഓഫീസർ ഉണ്ടാകും. പ്രദേശത്തെ നെൽകൃഷിക്കാരുടെ 3 പ്രതിനിധികളും ഉണ്ടാകും. അപ്പൊ ആ പ്രാദേശിക നിരീക്ഷണ സമിതികൾ അതിന്റെ ആ ഘടന ഒന്ന് നിങ്ങൾ മനസ്സിൽ വെച്ചു കൊടുക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ചെയർമാനാണ്. മറ്റംഗങ്ങള് കൃഷി ഓഫീസർ. കൃഷി ഓഫീസറാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ. പിന്നെ വില്ലേജ് ഓഫീസർ ഉണ്ടാകും. കൂടാതെ ആ പ്രദേശത്തെ 3 നെൽകൃഷിക്കാർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ പ്രദേശം നെൽകൃഷിക്കാരുടെ 3 പ്രതിനിധികളും ഉണ്ടാകും ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതി. ഇനി നോക്കാം, ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ അധികാരങ്ങളും ചുമതലകളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നമുക്ക്. അതായത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം തണ്ണീർത്തടങ്ങളുടെയും നെൽവയലുകളുടെയും സംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന പ്രാദേശിക തല നിരീക്ഷണ സമിതികളുടെ പ്രധാന ചുമതലകളും അധികാരങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അതിനു വേണ്ടിയിട്ടല്ലേ ഈ നിരീക്ഷണ സമിതി. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ? അടുത്തത്, നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകുക. വെരി ഇമ്പോർട്ടന്റ്. പ്രാദേശിക തല നിരീക്ഷണ സമിതികൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എവിടെയെങ്കിലും അവരുടെ നിരീക്ഷണത്തിൽ എവിടെയെങ്കിലും നിയമലംഘനം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണം. ആർക്ക് റിപ്പോർട്ട് ചെയ്യും? അതൊരു പ്രധാന ചോദ്യമാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ റിപ്പോർട്ടിംഗ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ കൃഷി ഓഫീസർ. കൺവീനർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ പഠിച്ച്? ആ കൺവീനർ അഥവാ കൃഷി ഓഫീസറാണ് ഇതിന്റെ ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആർക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? വെരി ഇമ്പോർട്ടന്റ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ കൺവീനറായ കൃഷി ഓഫീസർ നിയമലംഘനങ്ങളെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്ക്? RDO. ആർക്കാണ്? RDO. ആരാടോ ഈ RDO എന്ന് പറഞ്ഞാൽ? റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്. റവന്യൂ ഡിവിഷണൽ ഓഫീസറായ RDOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണ്? കൃഷി ഓഫീസറാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് സമർപ്പിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പരാതികൾ പരിശോധിക്കുക. ഈ നിയമലംഘനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങൾ തന്നെ ചിലപ്പം പരാതിയുമായിട്ട് വരും. അത് പരിശോധിക്കുക. അത് വെറുതെ അവഗണിച്ച് തള്ളിക്കളയരുത്. വസ്തുനിഷ്ഠമായ പരാതിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നെൽവയൽ തരിശിട്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുക.
ഈ നിരീക്ഷണ സമിതികള് നിരീക്ഷണം നടത്തിയപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? ഒരുപാട് നെൽവയലുകൾ തരിശായി കിടക്കുന്നു, കൃഷി ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ്? കൃഷി ചെയ്യാത്തതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ കർഷകർ പറയുന്നത് ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായി വെള്ളം ലഭിക്കുന്നില്ല, വളം ലഭിക്കുന്നില്ല, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇങ്ങനെ നിരവധി പരാതികൾ കർഷകർ പറയുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ കൈനഷ്ടം സംഭവിക്കുന്നു നെൽകൃഷി ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഞങ്ങൾ തരിച്ചിട്ടിരിക്കുന്നത് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ നിരീക്ഷണ സമിതികൾ കൃഷി ചെയ്യാൻ ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണോ, അത് പരിഹരിക്കാൻ സർക്കാർ തലത്തിൽ ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താം, സർക്കാരിനോട് ബോധ്യപ്പെടുത്തിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാം, നിങ്ങൾ ഏത് രീതിയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൃഷിയുമായി മുന്നോട്ട് പോകാം എന്നുള്ള പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കർഷകർക്ക് കൊടുക്കാനും ഇവർക്ക് ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഇനി നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകൾ പരിശോധിച്ച് ജില്ലാ സമിതിക്ക് റിപ്പോർട്ട് ചെയ്യുക. ഈ 2008 നിയമം 2018 ഭേദഗതി ചെയ്തപ്പോ ചെറിയ ചില ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് ആ ഭേദഗതി ചെയ്തത്. കാരണം ഒരു കെട്ടിട നിർമ്മാണത്തിനൊക്കെ അത്യന്താപേക്ഷിതമായിട്ട് ഒരു കെട്ടിട നിർമ്മാണം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ഇതിന് ചെറിയ രൂപാന്തരപ്പെടുത്താം, നിയമപരമായിട്ട് ചില മാറ്റങ്ങൾ വരുത്താം, അങ്ങനെയൊക്കെ ചില ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് നമ്മൾ അപേക്ഷ കൊടുക്കണം. ഇതിന്റെ രൂപം മാറ്റുന്നതിന് നെൽവയൽ അത് കരഭൂമി ശരിക്ക് കരഭൂമിയാക്കി മാറ്റുന്നതിന്, കരഭൂമി എന്ന് പറഞ്ഞാൽ വയല് കരയാക്കി മാറ്റുന്നതിന് ചില നിയമ നടപടികളിലൂടെ സാധിക്കും. അപ്പൊ അങ്ങനെ നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകൾ പരിശോധിച്ച് ജില്ലാ സമിതിക്ക് റിപ്പോർട്ട് ചെയ്യണം. അർഹതപ്പെട്ടവരാണോ? ചില സ്ഥലങ്ങളിൽ നെൽവയലുകൾ ചിലപ്പോൾ നികത്തേണ്ടതായിട്ട് വരും. നിയമപരമായ രീതിയിൽ നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകൾ പരിശോധിച്ച് ജില്ലാ സമിതിക്ക് റിപ്പോർട്ട് ചെയ്യുക. ഇനി ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ഡാറ്റാ ബാങ്ക്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പൊ അതിനു മുമ്പ് ഈ പോയിന്റുകൾ എല്ലാം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നിങ്ങൾ ഈ ജില്ലാതല നിരീക്ഷണ സമിതിയുടെ അധികാരങ്ങളും ചുമതലകളും നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ട് നൽകേണ്ടത് റിപ്പോർട്ടിംഗ് ഓഫീസർ കൃഷി ഓഫീസറാണ്. നൽകേണ്ടത് ആർക്ക് എന്ന് വെച്ചാൽ RDOയ്ക്കാണ്, റവന്യൂ ഡിവിഷൻ ഓഫീസർക്കാണ്. പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പരാതികൾ പരിശോധിക്കുക. നെൽവയൽ തരിശിട്ടിക്കുന്നതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുക. കൃഷി ചെയ്യാൻ ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുക. നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നതിന് നിയമപരമായ രീതിയിൽ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള അപേക്ഷകൾ പരിശോധിച്ച് ജില്ലാ സമിതിക്ക് റിപ്പോർട്ട് ചെയ്യുക. ഡാറ്റാ ബാങ്ക് തയ്യാറാക്കുക. എന്താണ് ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, കൃഷിയോഗ്യമായ നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ സർവേ നമ്പർ, വിസ്തീർണം എന്നിവ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ എന്നിവർ ചേർന്ന് തയ്യാറാക്കുന്ന പട്ടികയാണ് ഡാറ്റാ ബാങ്ക്. അപ്പൊ ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞാൽ കൃഷിയോഗ്യമായ നെൽവയലുകൾ, പ്രാദേശിക നിരീക്ഷണ സമിതികള് ആ പ്രദേശത്തുള്ള കൃഷിയോഗ്യമായ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും ഒക്കെ കണ്ടെത്തി അവയുടെ സർവേ നമ്പര്, വിസ്തീർണം എന്നിവ കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ എന്നിവർ ചേർന്ന് ഒരു പട്ടിക തയ്യാറാക്കും. ആ പട്ടികയുടെ പേരാണ് ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണേ. അപ്പൊ നമ്മുടെ പ്രാദേശിക നിരീക്ഷണ സമിതികൾ ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിരീക്ഷണ സമിതിയാണ്. ഇനി അത് സെക്ഷൻ 5 മുതൽ 7 വരെ പറയുന്നു. സെക്ഷൻ 9 ജില്ലാ നിരീക്ഷണ സമിതിയെ കുറിച്ച് പറഞ്ഞു. അടുത്ത തലം ജില്ലാ നിരീക്ഷണ സമിതി. ജില്ലാ നിരീക്ഷണ സമിതി രൂപീകരിക്കുന്നത് ആരാണ്? ജില്ലാ കളക്ടറാണ്. ജില്ലാ നിരീക്ഷണ സമിതികൾ രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പൊ അതിന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് RDO ആണ്. ജില്ലാ കളക്ടർ എന്ന് പറയരുത്. ജില്ലാ കളക്ടർ ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. പക്ഷെ അതിന്റെ ചെയർമാനായി വരുന്നത് ആരാണ്? RDO ആണ്, റവന്യൂ ഡിവിഷൻ ഓഫീസറാണ്. ഇനി മറ്റംഗങ്ങൾ ആരൊക്കെയാണ് ഈ ജില്ലാ നിരീക്ഷണ സമിതിയിലെ അംഗങ്ങൾ? പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് ഇതിന്റെ കൺവീനർ. അപ്പൊ രൂപീകരിക്കുന്നത് കളക്ടർ, ചെയർമാൻ RDO,
പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ കമ്മീഷണറാണ്. ഇനി കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽകർഷകരും ഈ സമിതിയിൽ അംഗമുണ്ടായിരിക്കും. കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന 3 നെൽകർഷകരും ഇതിന്റെ അംഗങ്ങളായിരിക്കും. ഇവരുടെ കാലാവധി എത്രയാണ്? ഇതിൽ അംഗങ്ങളായി വരുന്നവരുടെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ 3 വർഷമാണ് ജില്ലാ നിരീക്ഷണ സമിതിയുടെ കാലാവധി, അല്ലെങ്കിൽ അതിലെ അംഗങ്ങളുടെ കാലാവധി. ജില്ലാ നിരീക്ഷണ സമിതികൾ ലഭിക്കുന്ന അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. ഇപ്പൊ നിയമപരമായിട്ട് ചില രൂപമാറ്റം വരുത്താനൊക്കെ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ. അതിനുവേണ്ടി അപേക്ഷ സമർപ്പിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അപേക്ഷകൾ കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. ആ തീരുമാനത്തിനെതിരെ അപ്പീല് നൽകാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മളൊരു അപേക്ഷ കൊടുത്തു, അത് നെഗറ്റീവായിട്ടാണ് ഒരു തീരുമാനം വന്നാൽ ആ തീരുമാനത്തിനെതിരെ അപ്പീല് നൽകാൻ കഴിയും. എത്ര ദിവസത്തിനകം അപ്പീൽ നൽകാം? 30 ദിവസത്തിനകം അപ്പീൽ നൽകാം. ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? അത് ജില്ലാ കളക്ടർക്ക് തന്നെയാണ്. ഈ സമിതി രൂപീകരിച്ച ജില്ലാ കളക്ടർക്കാണ് പരാതി നൽകേണ്ടത്. അപ്പീൽ അധികാരി ജില്ലാ കളക്ടറാണ്. അങ്ങനെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ കളക്ടർ 1 മാസത്തിനകം തീരുമാനമെടുത്തിരിക്കണം. അപ്പൊ എന്താണ്? ജില്ലാ സമിതിയില് ലഭിക്കുന്ന അപേക്ഷകളിൽ 1 മാസം, ഈ സമിതി 1 മാസത്തിനകം തീരുമാനമെടുക്കണം. ആ തീരുമാനത്തിൽ തൃപ്തിയില്ല എങ്കിൽ ഈ അപേക്ഷ കൊടുത്ത വ്യക്തിക്ക് ആ തീരുമാനത്തിനെതിരെ അപ്പീല് നൽകാം. എത്ര ഈ തീരുമാനം ലഭിച്ചതിന് ശേഷം 30 ദിവസത്തിനകം അപ്പീൽ നൽകാം. ആർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത്? ജില്ലാ കളക്ടർക്ക്. അങ്ങനെ ജില്ലാ കളക്ടർക്ക് അപ്പീൽ കൊടുത്താൽ ജില്ലാ കളക്ടർ എത്ര സമയത്തോളം തീരുമാനമെടുക്കണം? 1 മാസത്തിനകം തീരുമാനമെടുത്തിരിക്കണം. ഇനി ഈ കളക്ടറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ജില്ലാ നിരീക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? രൂപമാറ്റം വരുത്തിയ ഭൂമി പൂർവസ്ഥിതിയിൽ കൊണ്ടുവരുന്നതിന് നടപടികൾ സ്വീകരിക്കുക. നിയമവിരുദ്ധമായിട്ട് വയലൊക്കെ നികത്തി വച്ചു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു, അതിനെല്ലാം അവിടെ നിർത്തി ദൂരെ കളഞ്ഞിട്ട് പഴയപടി കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കണം. അതിനാകുന്ന ചെലവ്, അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തി വെച്ചിരിക്കുകയാണ്, അതൊക്കെ പൊളിച്ചു മാറ്റണമെങ്കിൽ ചെലവ് വേണ്ടേ? ആ ചെലവ് ആ വസ്തുവിന്റെ ഉടമയിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിയിൽ നിന്ന് ഈടാക്കണം. കളക്ടർ ചുമതലയാണത്. അപ്പം മാറ്റം വരുത്തിയ ഭൂമി പൂർവസ്ഥിതിയിൽ കൊണ്ടുവരുന്നതിന് നടപടികൾ സ്വീകരിക്കുക. അതിനാകുന്ന ചിലവ് ബന്ധപ്പെട്ട വ്യക്തികളിൽ നിന്ന് ഈടാക്കുക. ഇനി അവിടെ ഇതൊക്കെ പൊളിച്ചു മാറ്റുമ്പോൾ മണ്ണ്, ഇഷ്ടിക, മണല്, ടൈൽസ് ഒക്കെ കാണുമല്ലോ, എല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരു നെൽവയലില് അല്ലെങ്കിൽ തണ്ണീർത്തോട്ടത്തില് വളരെ ഗംഭീരമായിട്ട് കെട്ടിടം പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനെല്ലാം പൊളിച്ചു മാറ്റുമ്പോൾ അതിൽ മണ്ണ് കാണും, ഇഷ്ടിക കാണും, ടൈൽസ് കാണും തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിനുള്ള തുക ഇതെല്ലാം അവർ ചെയ്യുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? സർക്കാർ നേരിട്ട് വന്ന് അല്ലെങ്കിൽ ഈ സമിതി നേരിട്ട് വന്ന് അതെല്ലാം ഇടിച്ചു മാറ്റി അത് നീക്കം ചെയ്യുന്നതിന് പണമാവുമല്ലോ. ആ പണം എന്ത് ചെയ്യുന്ന ആ പണം ഇതിന്റെ ഉത്തരവാദിയെ കൊണ്ട് കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ അടപ്പിക്കണം. അങ്ങനെ ഒരു ഫണ്ടുണ്ട്, കാർഷിക അഭിവൃദ്ധി ഫണ്ട്. അപ്പം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യേണ്ട സാധനങ്ങൾ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ തുക ബന്ധപ്പെട്ട വ്യക്തിയെ കൊണ്ട് കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ അടപ്പിച്ചിരിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 13 അടപ്പിച്ചിരിക്കണം. ഇനി കാർഷിക അഭിവൃദ്ധി ഫണ്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 27 ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് കാർഷിക അഭിവൃദ്ധി ഫണ്ട്. സെക്ഷൻ 27 ആ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രാദേശിക നിരീക്ഷണ സമിതികളെ കുറിച്ച് പഠിച്ചു, ജില്ലാ നിരീക്ഷണ സമിതിയെ കുറിച്ച് പഠിച്ചു. ഇനി സംസ്ഥാനതല ഒരു ത്രിതല സമിതികളാണല്ലോ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സംസ്ഥാനതല നിരീക്ഷണ സമിതികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. സംസ്ഥാനതല നിരീക്ഷണ സമിതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഈ നിയമത്തിലെ വകുപ്പ് ഏത്, സെക്ഷൻ ഏത്? 8 5 മുതൽ 7 വരെ പ്രാദേശിക നിരീക്ഷണ സമിതികൾ. 9 നമ്മൾ എന്ത് പഠിച്ചത്? ജില്ലാ നിരീക്ഷണ സമിതിയെ കുറിച്ച് അല്ലെ? ജില്ലാതല നിരീക്ഷണ സമിതിയെ കുറിച്ച് പഠിച്ചത് സെക്ഷൻ 9. ഇപ്പൊ സെക്ഷൻ 8 സംസ്ഥാന നിരീക്ഷണ സമിതികളെ കുറിച്ച്, സംസ്ഥാനതല നിരീക്ഷണ സമിതിയെ കുറിച്ച് പറയുന്നു. സംസ്ഥാനതല നിരീക്ഷണ സമിതി രൂപീകരിക്കുന്ന ആരാണ്? സംസ്ഥാന ഗവൺമെന്റാണ്.
അതിൽ അംഗങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം. ഇതിൽ ചെയർമാൻ പറയുന്നില്ല. നമ്മൾ നേരത്തെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതിൽ കൺവീനർ മാത്രമേ പറയുന്നുള്ളൂ. രൂപീകരിക്കുന്നത് ആര്? സംസ്ഥാന ഗവൺമെന്റ്. ഇതിൽ കൺവീനർ ഉണ്ടാകും. അത് കാർഷിക ഉൽപാദന കമ്മീഷണർ, അഗ്രികൾച്ചർ പ്രോഡക്ട്സ് കമ്മീഷണർ, അല്ലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ, കാർഷിക ഉൽപാദന കമ്മീഷണറാണ് ഇതിന്റെ കൺവീനർ. പിന്നെ മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? ലാൻഡ് റവന്യൂ കമ്മീഷണർ. അപ്പം കാർഷിക ഉൽപാദന കമ്മീഷണർ ഇദ്ദേഹം കൺവീനറാണ്. ലാൻഡ് റവന്യൂ കമ്മീഷണർ, പരിസ്ഥിതി മേഖലയിലെ ഒരു വിദഗ്ധൻ, നെല്ലുൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ശാസ്ത്രജ്ഞൻ. ഇത്രയും അംഗങ്ങളായിരിക്കും സംസ്ഥാനതല നിരീക്ഷണ സമിതിയുടെ അംഗങ്ങൾ. അപ്പം കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടി സംസ്ഥാന തലത്തിൽ ഒരു നിരീക്ഷണ സമിതി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമിതിയെ രൂപീകരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപാദന കമ്മീഷണർ, അദ്ദേഹമായിരിക്കും ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ആള്, അതായത് കൺവീനർ. പിന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണർ, പരിസ്ഥിതി മേഖലയിലെ ഒരു വിദഗ്ധൻ, അതുപോലെ നെല്ലുൽപാദന മേഖലയിലെ ഒരു ശാസ്ത്രജ്ഞൻ. ഈ അംഗങ്ങളെയൊക്കെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് ഈ സമിതിയിലേക്ക്? അത് സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ്. സംസ്ഥാനതല നിരീക്ഷണ സമിതിയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ക്ലിയർ ആയോ സുഹൃത്തുക്കളെ? അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കേരള തണ്ണീർത്തട സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ്. അതാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഇനി ഇവിടെ ഒരു ചെറിയ കാര്യം കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി, കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് ഏത് നിയമപ്രകാരം എന്ന് ചോദിച്ചാൽ തണ്ണീർത്തട നിയമം. 2008 തണ്ണീർത്തട നിയമം പാസാക്കി. 2010 ഒരു തണ്ണീർത്തട സംരക്ഷണ നിയമ ചട്ടപ്രകാരം 10 ഒരു ചട്ടം വന്നു. തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട ചട്ടം നിലവിൽ വന്നത് 2010 ആ ചട്ടത്തിലെ സെക്ഷൻ 5 പ്രകാരമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് ഏത് നിയമപ്രകാരം? കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ നിയമം 2008. പക്ഷെ അതിന്റെ ഒരു ചട്ടം, ആ നിയമവുമായി ബന്ധപ്പെട്ടൊരു ചട്ടം നിലവിൽ വന്ന 2010. ആ ചട്ടം സെക്ഷൻ 5 പ്രകാരമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത്. 2015 മെയ് 25. 2008 നിയമം, 2010 അതിലൊരു ചട്ടം വന്നു. 2000 ആ ചട്ടത്തിലെ സെക്ഷൻ 5 പ്രകാരം 2015 മെയ് 25 കേരള തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത്. ഇനി 2017 ഇതിലൊരു ചട്ട പരിഷ്കരണം നടത്തി. പുതിയ ചട്ടം എന്ന് വെച്ചാൽ പഴയ ചട്ടം പരിഷ്കരിച്ചു. അപ്പൊ നിലവിലെ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നെന്ന് ചോദിച്ചാൽ 2017 ഡിസംബർ 28. എല്ലാം കൂടെ കൂടി കുഴയരുത്. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറയേണ്ട 2017 ഡിസംബർ 28. കാരണം 2017 ഡിസംബർ 28 നിലവിൽ വന്ന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയാണ് ഇപ്പൊ നിലവിലുള്ളത്. വാസ്തവത്തിൽ 2008 നിയമമുണ്ട്, തണ്ണീർത്തട സംരക്ഷണ നിയമം. അതിനൊരു ചട്ടം വന്നു 2010. ആ ചട്ടത്തിന്റെ 5-ാം സെക്ഷൻ പ്രകാരം തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി ശരിക്ക് ആദ്യം നിലവിൽ വരികയാണ്. അത് 2015 മെയ് 15 നിലവിൽ വന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ 2017 വീണ്ടും ഒരു ചട്ട പരിഷ്കരണം വന്നു. അപ്പൊ 2017 ഡിസംബർ 28 ആയപ്പോൾ പുതിയ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി നിലവിൽ വരികയാണ്. ഓക്കെ ആണോ? എന്താണ് ഈ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. കേരളത്തിൽ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഒരു സ്വയംഭരണ അതോറിറ്റി. കേരളത്തിലെ സമഗ്രമായി ഇങ്ങനെ പറഞ്ഞാൽ കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായുള്ള ഒരു സ്വയംഭരണ അതോറിറ്റി. കേരളത്തിൽ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലനത്തിനായിട്ടുള്ള ഒരു സ്വതന്ത്ര അതോറിറ്റി, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാനും പരിപാലിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്വയംഭരണ അതോറിറ്റിയാണ് കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, മറക്കാതിരിക്കുക. ഈ അതോറിറ്റി നിലവിൽ വന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്?
കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഉദ്ദേശം എന്താണ്? സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. തണ്ണീർത്തട നിയമപ്രകാരം തിരിച്ചറിഞ്ഞ തണ്ണീർത്തടങ്ങൾ സർക്കാരിന് ശുപാർശ ചെയ്യുക. തണ്ണീർത്തട നിയമപ്രകാരം നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ കുറെ തണ്ണീർത്തടങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുക, ശുപാർശ ചെയ്യുക. തണ്ണീർത്തടങ്ങളുടെ സമഗ്രമായ ഡിജിറ്റൽ ഡാറ്റ തയ്യാറാക്കുക. തണ്ണീർത്തടങ്ങളുടെ ഒരു ഡാറ്റ, ഡിജിറ്റൽ ഡാറ്റ തയ്യാറാക്കുക. തണ്ണീർത്തട മേഖലയിൽ അനുവദിക്കുന്നതും നിയന്ത്രിക്കുന്നതുമായ പ്രവർത്തനങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ഒരു തണ്ണീർത്തട മേഖലയിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അനുവദിക്കാം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവിടെ തടയുന്നു, നിയന്ത്രിക്കുന്നു, ഇത് വേറെ തരംതിരിച്ച് തന്നെ ഒരു പട്ടിക തയ്യാറാക്കി ശരിക്ക് സർക്കാരിന് സമർപ്പിക്കുക, അല്ലെങ്കിൽ പട്ടിക തയ്യാറാക്കുക. ഇതൊക്കെ തണ്ണീർത്തട അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതലകളാണ്. നോക്കൂ, കേരള തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ, അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി. ഉപാധ്യക്ഷൻ ആരായിരിക്കും? ചീഫ് സെക്രട്ടറി ആയിരിക്കും ഉപാധ്യക്ഷൻ. ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. ഇനി ഒരു 2 ചോദ്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട പരിപാലന വികസന പരിശീലന കേന്ദ്രം, കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട പരിപാലന വികസന പരിശീലന കേന്ദ്രം എവിടെയാണ് നിലവിൽ വന്നതെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ചടയമംഗലത്ത് പോയിട്ടുണ്ടോ? വലിയ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ജടായു പാറ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വലിയൊരു ജടായുവിന്റെ രൂപം പാറയിൽ കൊത്തിവെച്ചിട്ടുള്ള സ്ഥലമാണ്. നല്ല രസകരമാണ്. അതിനടുത്താണ് ഈ കാര്യം നമ്മൾ പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട പരിപാലന വികസന പരിശീലന കേന്ദ്രം അവിടെ തന്നെയാണ്, ചടയമംഗലത്താണ്, കൊല്ലം ജില്ലയിലെ ചടയമംഗലം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള, അതിന്റെ പേരിതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള. കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട പരിപാലന വികസന പരിശീലന കേന്ദ്രം ചടയമംഗലം, കൊല്ലം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ വികസന പരിപാലനത്തിനായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഏത്? തണ്ണീർത്തട സംരക്ഷണ വികസന പരിപാലനത്തിലുള്ള കേരളത്തിലെയാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ കേന്ദ്രം എന്ന് പറയുന്നത് ചടയമംഗലത്ത്. ഇത് തണ്ണീർത്തട സംരക്ഷണ വികസന പരിപാലനത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ സെന്റർ ഫോർ വാട്ടർലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ്. നോക്കൂ, സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ചെന്നൈയിലാണ്. അതായത് നമ്മുടെ തണ്ണീർത്തട പരിപാലന കേന്ദ്രമാണ്, ആദ്യത്തെ തണ്ണീർത്തട പരിപാലന കേന്ദ്രമാണ്. തണ്ണീർത്തട പരിപാലനത്തിനായിട്ടുള്ള, തണ്ണീർത്തട സംരക്ഷണ വികസന പരിപാലനത്തിനുമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം സെന്റർ ഫോർ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് ചെന്നൈയാണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെക്കുറിച്ച് പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ നിയമത്തിലെ കുറച്ച് സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് ജസ്റ്റ് ഒരിക്കൽ കൂടി ഒന്നും നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കൊണ്ടുവരിക. സെക്ഷൻ 2 നിർവചനങ്ങളെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 2:12 നെൽവയലിനെ കുറിച്ച്, സെക്ഷൻ 2:18 തണ്ണീർത്തടത്തെ കുറിച്ച്, സെക്ഷൻ 2:16A വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി എന്താണെന്ന് പറയുന്നു. സെക്ഷൻ 11 തണ്ണീർത്തട തണ്ണീർത്തടങ്ങളിൽ രൂപമാറ്റം വരുത്തുന്നത് നിരോധിക്കുന്ന വകുപ്പാണ്. സെക്ഷൻ 14 നമ്മുടെ നെൽവയല്, തണ്ണീർത്തടങ്ങളില് എന്നിവയില് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ലൈസൻസ് നൽകാൻ പാടില്ല എന്ന് പറയുന്നതാണ്. സെക്ഷൻ 30 നെൽവയൽ രൂപാന്തരപ്പെടുത്തുന്നത് തടയുന്ന വകുപ്പാണ്. അതിനുള്ള ശിക്ഷ പറയുന്നത് സെക്ഷൻ 23 സെക്ഷൻ 13 കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് തുക അടയ്ക്കണം. അതായത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അത് പൊളിച്ചു മാറ്റി അവിടെ നിന്ന് സാധനങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, പൊളിച്ചു മാറ്റുന്നതിനും സാധനങ്ങൾ മാറ്റുന്നതിനൊക്കെ വേണ്ടിയിട്ടാകുന്ന തുക അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി കാർഷിക അഭിവൃദ്ധി ഫണ്ടിലേക്ക് അടയ്ക്കണമെന്ന് പറയുന്ന വകുപ്പാണ് 13. എന്നാൽ കാർഷിക അഭിവൃദ്ധി ഫണ്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 27.
ഇനി സെക്ഷൻ 5 മുതൽ 7 വരെ ഉള്ളതിലാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതികളെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 9 ജില്ലാതല നിരീക്ഷണ സമിതികളെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 8 സംസ്ഥാനതല നിരീക്ഷണ സമിതികളെ കുറിച്ച് പറയുന്നത്. ഇത്രയും കൂടെ നിങ്ങൾ ഓർമ്മിച്ചോളാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ടോപ്പിക്കും ഇവിടെ അവസാനിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ 2 ക്ലാസ്സുകളിലായി നമ്മൾ തണ്ണീർത്തട സംരക്ഷണം പൂർണ്ണമാക്കിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്രദമാകും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.